അധികം ആരും ചരിത്രത്തിൽ പറയപ്പെടാത്ത സുന്ദരിയായ ശക്തയായ ഒരു റാണി. ചരിത്രം എപ്പോഴും എഴുതപ്പെട്ടിട്ടുള്ളത് ജയിച്ചവരുടെ പക്ഷത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെയാകാം തോറ്റ തൊപ്പിപ്പാളയിലെ ചോരക്കറികൾ നമ്മൾ കാണാതെ പോയത്. തിരുവനന്തപുരത്തെ പുലയനാർ കോട്ടയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു പുലയ റാണിയുടെ ചിത്രമാണ്. ഏകദേശം 4.5 നൂറ്റാണ്ട് മുൻപുള്ള ചരിത്രമാണിത്. തലസ്ഥാന നഗരിയിൽ നിന്നും വെറും 4 മൈൽ മാറി സമുദ്രതീരത്തിന് സമീപമുള്ള പുലയനാർ കോട്ടയുടെ അധിപന്മാർ ഒരിക്കൽ വള്ളുവ രാജാക്കന്മാരായിരുന്നു. പ്രകൃതി രമണീയമായതുകൊണ്ടും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും സമ്പന്നമായ ഒരു നാട്. അവസാനത്തെ വള്ളുവ രാജാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുലയനാർ കോട്ടയുടെ അധികാരം അയ്യൻകോതൻ എന്ന പുലയനിൽ എത്തുന്നത്. പെരുമാട്ടി എന്ന പുലയ വനിതയുടെ വംശപരമ്പരയിൽപ്പെട്ട ആളായിരുന്നു ഈ അയ്യൻകോതൻ. പുലയനാർ കോട്ടയിലെ രാജാവായി മാറിയ അയ്യൻകോതൻ്റെ 2 സഹോദരിമാരായിരുന്നു കണ്ണമാലയും കോതയും. ഇതിൽ ഇളയവളായ കോതയുടെ അധീനതയിലായിരുന്നു നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലയ്ക്കൽ പഞ്ചായത്തിലെ കൊക്കോതമംഗലം. ഇപ്പോഴത്തെ വേളിക്കായലിന് അഭിമുഖമായിട്ടുള്ള പുലയനാർ കോട്ടയിൽ അയ്യൻകോതനും കൊക്കോതമംഗലത്ത് കോതറാണിയും ചേർന്ന് കേരളത്തിലെ ഏക ദളിത് രാജവംശത്തിൻ്റെ ഖ്യാതി സഖ്യനപ്പുറത്തേക്ക് പോലും വളർത്തിയെടുത്തു. ഇതാണ് സത്യം. കോതറാണി വെറുമൊരു ഭരണാധികാരിയായിരുന്നില്ല. പ്രജകളോട് ദീനാനുകമ്പയും ശത്രുക്കളോട് അടങ്ങാത്ത പകയും സൂക്ഷിക്കുന്നവളായിരുന്നു ഈ കോതറാണി. കാട്ടാനകളെ പിടിച്ച് മെരുക്കി ചന്തയിലെത്തിച്ച് ലേലം ചെയ്യുന്ന രീതി വരെ അവർ അന്ന് നടപ്പിലാക്കി. എന്നാൽ ആ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ കോട്ടയുടെ കാവലായി അമ്മയ്ക്ക് തണലായി നിന്ന മറ്റൊരു വീരപുത്രിയെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. കോതറാണിയുടെ ജീവിതത്തെക്കാൾ ത്രസിപ്പിക്കുന്നതാണ് മകൾ ആതിര കുമാരിയുടെ. അഴകും ആരോഗ്യവും ഒത്തിണങ്ങിയ ധീരയായ രാജകുമാരിയായിരുന്നു ആതിര. പുലയ രാജാവിൻ്റെ മരണശേഷം ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയ ധീരയായ രാജ്ഞിക്ക് ഒരേ ഒരു മകൾ, അതാണ് ആതിര. ആ പെൺകരുത്തിലായിരുന്നു ആക്കുളം കായൽ തീരത്തെ ആ കൊച്ചു സാമ്രാജ്യം അക്കാലത്ത് തലയുയർത്തി നിന്നത്. കേവലം കൊട്ടാരത്തിനുള്ളിലെ അന്തഃപുരങ്ങളിൽ ഒതുക്കി കൂടുന്നവളായിരുന്നില്ല പുലയനാർ കോട്ടയിലെ ഈ രാജകുമാരി. കോട്ടയിലെ യുവതികളെയും യുവാക്കളെയും ആയോധന കലകളൊക്കെ പഠിപ്പിക്കുന്നതിന് അവൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കായൽ മാർഗമുള്ള കുരുമുളക്, നെല്ല് വ്യാപാരങ്ങളുടെ മേൽനോട്ടവും അവൾക്കായിരുന്നു. 13-14 നൂറ്റാണ്ടുകളിൽ വേണാടിൻ്റെ മാടമ്പിമാരെ വിറപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഭരണം നടത്തിയിരുന്ന സ്വതന്ത്ര ഗോത്രവംശമായിരുന്നു പുലയനാർ കോട്ടയിലേത്. വേണാട് മഹാറാണിയായിരുന്ന ഉമയമ്മ റാണി കോതറാണിയുടെ ഉറ്റ സുഹൃത്തായിരുന്നിട്ടുകൂടി മറ്റ് സവർണ രാജാക്കന്മാർക്ക് ഈ അവർണ ഭരണം ഒട്ടും സഹിക്കാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കോതറാണിയെ തകർക്കാൻ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. സ്വന്തം രാജ്യത്തെ സമ്പന്നരായ കരപ്രമാണിമാരും ജന്മിമാരും കോതറാണിയുടെ കടുത്ത ശത്രുക്കളായി പിന്നീട് മാറി. പാവപ്പെട്ട പ്രജകൾക്ക് കരം ഒഴിവാക്കുകയും സമ്പന്നരിൽ നിന്ന് വലിയ തുക കരം ഈടാക്കുകയും ചെയ്തതാണ് അവരെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചത്. ഒരു അവർണ സ്ത്രീയുടെ ഭരണത്തിൽ കഴിയേണ്ടി വരുന്നത് തങ്ങൾക്ക് അപമാനമാണെന്ന് അവർ വിശ്വസിച്ചു. രാജശാസനങ്ങൾ അനുസരിക്കാത്തവരെ പുല്ലോടെ പുരയോടെ കല്ലോടെ കരയോടെ ചോദ്യം ചെയ്യുന്ന രീതിയായിരുന്നു കോതറാണിയുടേത്. ആ കല്ലു പിളർക്കുന്ന കൽപ്പനകൾ പ്രമാണിമാരുടെ ശത്രുതയ്ക്ക് ആക്കം കൂട്ടി. എന്നാൽ പുലയനാർ കോട്ടയിലെ രാജ്ഞിയും മകളും അവിടുത്തെ ജനങ്ങൾക്ക് ദൈവങ്ങളെ പോലെയായിരുന്നു. വില്ലുമേന്തി
കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന രാജകുമാരിയുടെ ദൃശ്യം അക്കാലത്ത് നാടൻ പാട്ടുകളിൽ പോലും പരാമർശിക്കുന്നുണ്ട്. ഒരു ദളിത് വിഭാഗം സ്വന്തമായി കോട്ട കെട്ടി സൈന്യത്തെ നിലനിർത്തി ഭരിക്കുന്നത് അന്നത്തെ സവർണ നാടുവാഴികൾക്ക് വലിയൊരു ഭീഷണി തന്നെയായിരുന്നു. വില്ലും വാളുമേന്തിയ ആ അമ്മയും മകളും നിലനിൽക്കുന്നിടത്തോളം കാലം ആ കോട്ട കീഴടക്കാൻ കഴിയില്ലെന്ന് വേണാട്ട് രാജാക്കന്മാർ മനസ്സിലാക്കി. എന്നാൽ അധിക നാൾ ആ ധീരയായ രാജ്ഞിക്ക് നിലനിൽപ്പ് ഉണ്ടായില്ല. കോതറാണിയുടെ പതനം ആരംഭിക്കുന്നത് 6 അടിയുള്ളൊരു മുടിയിഴയിലൂടെയാണ്. എന്താ അതിശയം തോന്നുന്നുണ്ടോ? അതെ, അതും സ്വന്തം മകളുടെ മുടിയിഴ. ഒരിക്കൽ ആറ്റിങ്ങൽ രാജ്യത്ത് നിന്ന് കുറച്ച് കുശവന്മാർ മൺപാത്രങ്ങളുമായി കോതറാണിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നു. അവർക്ക് പാത്രങ്ങൾക്ക് പകരമായി നെല്ല് നൽകിയത് ആതിരകുമാരിയായിരുന്നു. സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ഈ കുശവന്മാർ നെല്ല് മാറ്റുന്നതിനിടയിലാണ് അതിൽ നിന്നും 6 അടി നീളമുള്ള ഈ കരുത്തിറ്റ ഒരു മുടിയിഴ കണ്ടെത്തുന്നത്. ആതിരകുമാരിയുടെ സൗന്ദര്യത്തെയും ആ മുടിയിഴയുടെ ഭംഗിയെയും കുറിച്ച് കുശവന്മാർ വഴി ആറ്റിങ്ങൽ രാജാവ് അറിഞ്ഞു. ആ മുടിയിഴ ഒരു സ്വർണ്ണത്തളികയിൽ സൂക്ഷിച്ച രാജാവ് ആതിരകുമാരിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് കോതറാണിക്ക് സന്ദേശം അയച്ചു. എന്നാൽ തങ്ങളുടെ രാജവംശം ഇല്ലാതാകുമെന്ന ആശങ്കയാൽ കോതറാണി ആ വിവാഹാലോചന പാടെ നിരസിക്കുകയായിരുന്നു. അന്ന് തനിക്ക് മുഖം തടിയേറ്റതുപോലെയാണ് രാജാവിന് തോന്നിയത്. ബാന്ധവമില്ലെങ്കിൽ യുദ്ധമുഖത്ത് കാണാം എന്ന് രാജാവ് വെല്ലുവിളിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് കോതറാണിയും അങ്ങ് പ്രഖ്യാപിച്ചു. യുദ്ധമുഖത്ത് കോതറാണിയുടെ സൈന്യത്തോട് ജയിക്കാൻ ആറ്റിങ്ങൽ പടയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ കോതറാണിയുടെ ഭരണത്തിൽ അതൃപ്തരായിരുന്ന സ്വന്തം നാട്ടിലെ സമ്പന്നരായ ജന്മിമാരും കരപ്രമാണിമാരും ആറ്റിങ്ങൽ രാജാവുമായി കൈകോർത്തു. അങ്ങനെ 8 കാലി വല പോലെ ആ പെൺ സാമ്രാജ്യം തകർക്കാൻ അവർ കരുക്കൾ. അങ്ങനെയിരിക്കെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വിളവെടുപ്പ് ഉത്സവമായ കതിരുത്സവത്തിൻ്റെ രാത്രി കോട്ടയിലെ കാവൽക്കാരും ജനങ്ങളും നൃത്തത്തിലും ആഹ്ലാദത്തിലും മുഴുകിയ സമയം. അർദ്ധരാത്രിയോടെ ചതിയന്മാർ കോട്ടയുടെ രഹസ്യവാതിലുകൾ തുറന്നു കൊടുത്തു. വേണാടിൻ്റെ വൻ സൈന്യം ആയുധങ്ങളുമായി ഉറങ്ങിക്കിടന്ന ജനതയ്ക്ക് മേൽ ചാടി വീഴുകയായിരുന്നു. ഈ ഘട്ടത്തിലും ധൈര്യം ചോരാതെ രാജ്ഞിയും മകളും കയ്യിൽ വാളേന്തി അങ്കത്തട്ടിലേക്ക് കടന്നു. ശത്രുക്കളുടെ ചോര തെറിപ്പിച്ചുകൊണ്ട് ആ മകൾ അമ്മയ്ക്ക് കാവലായി പോരാടുകയായിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തിന് മുന്നിൽ ആ അമ്മയ്ക്കും മകൾക്കും കൂടുതൽ സമയം പിടിച്ചു നിൽക്കാനായില്ല. ശത്രുക്കളുടെ കൈകളിൽ അകപ്പെട്ടാൽ കടുത്ത പീഡനങ്ങളും നാണക്കേടുമായിരിക്കും കാത്തിരിക്കുക എന്ന് അവർക്കറിയാമായിരുന്നു. പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അടിമകളാകുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് ആ ധീരവനിതകൾ ഉറപ്പിച്ചു. പിന്നീട് കൊട്ടാര വളപ്പിലെ താമരക്കിണറിന് സമീപത്തേക്ക് അവർ ഓടി. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന രാജവംശത്തിൻ്റെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും രേഖകളും അവർ ആദ്യം ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. തൊട്ടുപിന്നാലെ ശത്രുക്കൾ അവരെ തൊടാൻ ആഞ്ഞെടുത്ത ആ നിമിഷം പരസ്പരം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ആ അമ്മയും മകളും ആ കറുത്ത കിണറ്റിലേക്ക് ചാടി ജീവനൊടുക്കി. ഒരു ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ ജ്വാലകൾ അവിടെ അണഞ്ഞു. അമ്മയും മകളും ഒന്നിച്ച് കിണറ്റിൽ ചാടി മരിച്ചതോടെ പുലയനാർ കോട്ട എന്ന സാമ്രാജ്യം പൂർണ്ണമായും ഇല്ലാതായി. വേണാട്ടുപട ആ കോട്ട തല്ലി തകർത്ത് മണ്ണോട് മണ്ണാക്കി. അവശേഷിച്ച ജനങ്ങളെ അടിമകളാക്കി ദൂരദേശങ്ങളിലേക്ക് മാറ്റി. ഇന്ന് നമ്മൾ കാണുന്ന പുലയനാർ കോട്ടയിലെ കുന്നുകളിൽ ആ കിണറിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കാണുവാനില്ല. എങ്കിലും അടിച്ചമർത്തലുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടി ജീവൻ വെടിഞ്ഞ ആ അമ്മയുടെയും മകളുടെയും ഓർമ്മകൾ ഈ കുന്നിലെ കാറ്റിലൂടെ ഇന്നും ജീവിക്കുന്നു. ചരിത്രം മറന്ന ആ ധീരവനിതകൾക്ക് പ്രണാമം.